2022 അർജന്റീന ആരാധകരുടെ സ്വപ്നം മെസ്സിപ്പട യാഥാർത്ഥ്യമാക്കിയ കാഴ്ച ഇന്നും ഓരോ ഫുട്ബോൾ പ്രേമികളുടെയും മനസ്സിലുണ്ട്. സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങുന്നതിന് മുൻപേ ആ കപ്പിനെ ഒന്ന് തലോടി മെസ്സി നൽകിയ ചുംബനം വന്നു പതിഞ്ഞതും ഓരോ ഫുട്ബോൾ പ്രേമിയുടെയും മനസ്സിലാണ്. എന്നാൽ തങ്ങളുടെ മെസ്സിയുടെ അവസാന ഫിഫ ലോകകപ്പ് മത്സരമായിരുന്നു അത് എന്ന നിരാശ ഓരോ ആരാധകനിലും നിഴലിച്ചിരുന്നു. ഫുട്ബോൾ ലോകത്ത് നിന്ന് വരുന്ന ഓരോ അപ്ഡേറ്റുകൾക്കായി അവർ കാത്തുനിന്നു. 2026 ഇനി ഫുട്ബോൾ മാമാങ്കമായ ഫിഫ ലോകകപ്പ് അരങ്ങേറുക. ഈ ലോകകപ്പിൽ ആരാധകർ ഏറെ ഇഷ്ടപ്പെടുന്ന ഇതിഹാസങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ആരാധകരിലുണ്ട്. ഈ സാഹചര്യത്തിൽ അർജന്റീനൻ സൂപ്പർ താരം ലയണൽ മെസ്സി 2026 ഫുട്ബോൾ ലോകകപ്പും കളിക്കുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് ടീം പരിശീലകൻ ലിയോണൽ സ്കലോണി. മെസ്സിയിൽ ഇനിയും ഫുട്ബോൾ ബാക്കിയുണ്ട്. ഇക്കാര്യം മെസ്സിക്കും അയാളുടെ സഹതാരങ്ങൾക്കും നന്നായി അറിയാം. ഇപ്പോഴത്തെ ടീമിലെ എല്ലാവർക്കും 2026 ലോകകപ്പ് കളിക്കാൻ ആഗ്രഹമുണ്ട്. ഡി സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിലാണ് ലിയോണൽ സ്കലോണി ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അർജന്റീനൻ ടീം എന്താണ് ചിന്തിക്കുന്നതെന്ന് മെസ്സിക്ക് നന്നായി അറിയാം. എങ്കിലും ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. നിലവിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്താറായിട്ടില്ല എന്നും സ്കലോണി വ്യക്തമാക്കി. എന്തായാലും പരിശീലകൻ തന്നെ ഇത്തരത്തിൽ ഒരു പ്രതീക്ഷ മുന്നോട്ട് വെച്ചതോടെ ആരാധകർ ഏറെ പ്രതീക്ഷയിലാണ്. 2026 ലോകകപ്പിൽ ബൂട്ടണിയാൽ അർജന്റീനൻ പടയോടൊപ്പം മെസ്സിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഇതോടെ വാനോളം ഉയർന്നിരിക്കുകയാണ്. 2022 ഫുട്ബോൾ ലോകകപ്പ് വിജയിച്ചതോടെയാണ് മെസ്സി കരിയറിലെ എല്ലാ നേട്ടങ്ങളും സ്വന്തമാക്കിയത്. 2021 കോപ്പ അമേരിക്ക കിരീടവും അതേ വർഷം തന്നെ ഫൈനലിസിമ കിരീടവും മെസ്സിയും അർജന്റീനയും സ്വന്തമാക്കി. 2022 ലോക കിരീടവും സ്വന്തമാക്കിയതോടെ മെസ്സിയുടെ കരിയർ പൂർണ്ണതയിലെത്തി. 2023 ബാലൻ ദി ഓർ പുരസ്കാരം 8ാം തവണയും മെസ്സി സ്വന്തമാക്കി. പിന്നാലെ 2024 കോപ്പ അമേരിക്ക കിരീട നേട്ടം ആവർത്തിച്ചു. നിലവിൽ അമേരിക്കൻ ക്ലബ് ഇന്റർ മയാമിയിലും അർജന്റീനൻ ദേശീയ ടീമിലുമായി മെസ്സി തുടരുകയാണ്. ഇവിടെയും നേട്ടങ്ങളോട് തന്നെയാണ് ഇതിഹാസം തൻ്റെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫ്രഞ്ച് ക്ലബായ പാരീസ് സെന്റ് ജർമ്മനുമായുള്ള കരാർ അവസാനിപ്പിച്ചതിന് ശേഷം 2023 ഇന്റർ മയാമിയിലേക്ക് മെസ്സി ചേക്കേറിയത്. ഫുട്ബോൾ ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ച ട്രാൻസ്ഫർ ആയിരുന്നു അത്. ഇംഗ്ലീഷ് ഫുട്ബോൾ ഇതിഹാസം ഡേവിഡ് ബെക്കാമിൻ്റെ സഹ ഉടമസ്ഥതയിലുള്ള ക്ലബ്ബാണ് ഇന്റർ മയാമി. മെസ്സിയുടെ സൈനിങ്ങിന് പിന്നാലെ യൂറോപ്പിൽ നിന്ന് മറ്റു ചില വമ്പൻ കളിക്കാരെ കൂടി അവർ സൈൻ ചെയ്തു. സെർജിയോ ബുസ്കെറ്റ്സ്, ലൂയി സുവാരസ്, ജോർഡി ആൽബ എന്നിവർ കൂടി വന്നതോടെ ഇന്റർ മയാമി അതിശക്തരായി മാറി. കഴിഞ്ഞ സീസണിൽ കിടിലൻ പ്രകടനം കാഴ്ചവെച്ച ഇന്റർ മയാമി പുതിയ സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ മിന്നും ഫോമിൽ തുടരുന്ന മെസ്സി 2026 ലോകകപ്പ് ഫൈനലിൽ ഉണ്ടാകുമെന്നല്ലാതെ മറ്റൊന്ന് വിശ്വസിക്കാൻ ആരാധകർ ആഗ്രഹിക്കുന്നില്ല. ആരാധകരുടെ ആ വിശ്വാസത്തിന് ആക്കം കൂട്ടുകയാണ് പരിശീലകന്റെ വാക്കുകളും.